ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അതല്ല നമ്മൾ പുറത്ത് കാണിക്കുന്നത്. അതായത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ നിന്നും നമ്മൾ എത്രത്തോളം അകലുന്നോ നമ്മുടെ മനസ്സ് അത്രയും സംഘർഷം നിറഞ്ഞതായിരിക്കും. ഈ വ്യക്തിത്വത്തിൽ നിന്നും അകലുക എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം. അതായത് യഥാർത്ഥ വ്യക്തിത്വം പുറത്ത് കാണിക്കാത്ത ആളുകളെ നമുക്ക് രണ്ട് കാറ്റഗറി ആയി തിരിക്കാം. ഇപ്പൊ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് പറയാം. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ കൂടുതൽ സമയവും തോന്നുന്നത് എന്നൊന്ന് നോക്കുക. ആദ്യത്തെ ലിസ്റ്റ് ആത്മവിശ്വാസമില്ലായ്മ, ആത്മാഭിമാനമില്ലായ്മ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്, എനിക്ക് ഒരു കഴിവുമില്ല എന്നുള്ളൊരു ചിന്ത. ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയവും തോന്നുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിലാണ്. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് ഈഗോ അല്ലെങ്കിൽ ദുരഭിമാനം, അഹങ്കാരം, മറ്റുള്ളവരുടെ അംഗീകാരമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു തോന്നല്, ചുറ്റുമുള്ള നമ്മളെക്കാൾ കഴിവുള്ളവരെയും നമ്മളെക്കാൾ നേട്ടങ്ങൾ കൈവരിക്കുന്നവരെയും ഒക്കെ അംഗീകരിക്കാനുള്ള ഒരു മടി. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായി തോന്നുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലാണ്. ആദ്യത്തെ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മളായിരിക്കുന്ന സാഹചര്യം, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, ഇതൊക്കെ നമ്മളെ വളരെ അധികമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കുടുംബത്തിലാവാം, ജോലിസ്ഥലത്താവാം. ഉദാഹരണം പറഞ്ഞാൽ അമിതമായുള്ള കുറ്റപ്പെടുത്തലുകള്, വിമർശനങ്ങള്, താഴ്ത്തിക്കെട്ടലുകള്, കളിയാക്കലുകള്, ഇതൊക്കെയാണ് നമുക്ക് നിരന്തരം നേരിടേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ആ ആദ്യത്തെ ലിസ്റ്റിലുള്ള തോന്നലുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിന്റെ കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അവിടെ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്തരം സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവരെ കൊണ്ട് ഒരു നല്ല വാക്ക് പറയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും. ഈ കാറ്റഗറിയിലുള്ളവര് യഥാർത്ഥത്തില് നല്ല കഴിവും മൂല്യവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. പക്ഷെ ആയിരിക്കുന്ന സാഹചര്യം മൂലം ഒരിക്കലും അവരത് തിരിച്ചറിയില്ല. കാരണം ഈ വിമർശനങ്ങളെല്ലാം കേട്ട് എനിക്ക് ഒരു കഴിവുമില്ല എന്ന് ചിന്തിച്ച് ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും ഇവര്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അങ്ങനെ ആവില്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ശരിയായ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. മനസ്സെപ്പോഴും സംഘർഷം നിറഞ്ഞതായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മൾ പല കാര്യങ്ങളിലും ചുറ്റുമുള്ളവരെക്കാൾ പിന്നിലാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തമായ ഒരു ചിന്തയാണ്. അതായത് നമുക്ക് വലിയ കഴിവും മൂല്യവും ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് നമ്മൾ പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് മറയ്ക്കാൻ നമ്മൾ എടുത്തണിയുന്ന മാസ്ക് ആണ് ഈ അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ. അതായത് നമ്മളൊരു വലിയ സംഭവമാണ്, നമ്മൾ വലിയ സന്തോഷമുള്ളവരാണ് എന്നുള്ള മട്ടില് പുറത്ത് നമ്മൾ നന്നായി അങ്ങ് അഭിനയിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഈ മുഖം മൂടി എപ്പോഴെങ്കിലും അഴിഞ്ഞു വീഴുമോ എന്നുള്ളൊരു ഭയവും സംശയവും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കാറ്റഗറിയിലാണെങ്കിൽ നമ്മുടെ വില ഇരിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിലാണ് എന്നുള്ള ഒരു അമിതമായ ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാവില്ല. പകരം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അംഗീകാരം നേടാനും ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് ശരിയായി നിരീക്ഷിച്ചാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് നല്ല ഒരു ഹൈ പൊസിഷനിലുള്ളവര് അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചവര് എപ്പോഴും ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കുറച്ച് സൈലന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതേസമയം പ്രത്യേകിച്ച് ജീവിതത്തിൽ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും എടുത്തു പറയാനില്ലാത്ത ചില ആളുകൾ അവിടെ വലിയ ബഹളമൊക്കെ വെച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എപ്പോഴും ശ്രമിക്കുന്നത് കാണാം. നമ്മൾ ഈ കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ പുറമെ നന്നായി സന്തോഷം അഭിനയിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് അത് ഒരിക്കലും കാണില്ല. അതുകൊണ്ട് ഇപ്പോ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഞാൻ ഉൾപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഉണ്ട് എന്നുള്ള ഒരു ഉത്തരമാണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യത്തെ കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുടെ അഭിപ്രായത്തിലുള്ള നമ്മളല്ല യഥാർത്ഥ നമ്മൾ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന വിമർശനങ്ങൾ ഒരു കഴമ്പുമുള്ളവയല്ല എങ്കിൽ, അല്ലെങ്കിൽ വെറുതെ നമ്മളെ വിമർശിക്കാൻ വേണ്ടി നടത്തുന്ന വിമർശനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തം കഴിവുകളും മൂല്യവും തിരിച്ചറിഞ്ഞ് ജീവിക്കുക.
ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ടിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരം നേടുക എന്നുള്ളതല്ല പ്രധാനം എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ മുഖംമൂടികൾ അണിയുന്നതിലല്ല, സ്വന്തം മനസാക്ഷിയുടെ മുൻപിൽ സത്യസന്ധരായി ഇരിക്കുന്നതാണ് നല്ലത് എന്നറിയുക. അതോടൊപ്പം സ്വന്തം മൂല്യം ഉയർത്താനുള്ള കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന സന്തോഷമല്ല, യഥാർത്ഥ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നേടാൻ കഴിയും. ഈ പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.